2024 വെന്യൂ ടോപ്പ് ആൻഡ് ഡീസൽ SX ഓപ്ഷൻ ഡീസൽ വെറും 20,000 കിലോമീറ്റർ ഓടിയത്. വെറും സംഘ ടയറും എല്ലാം ഓൾമോസ്റ്റ് ഗുഡാണ്. പെട്രോൾ അടിക്കുക ഓടുക, അത്രേ ഉള്ളൂ മുത്ത്. ഇത് 2024 7 മാസം GX ഓപ്ഷൻ ആണ്. GX വേറെ, GX ഓപ്ഷൻ വേറെ. GX ഓപ്ഷനിൽ ഏകദേശം കമ്പനി തന്നെ ഒരു 3 ലക്ഷം രൂപയുടെ എക്സ്ട്രാസ് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത പെരും വില കുറവിന്റെ പൂരാന്ന് 2024 മോഡല് ഏറ്റവും ടോപ്പ് ഉണ്ട് SX ഓപ്ഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് 24,000 കിലോമീറ്റർ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ജംഷീർ ഖാന്റെ അടുത്ത് വീണ്ടും എത്തി. സിറ്റി ലക്സില് കോഴിക്കോട് മാങ്കാവാണ് ലൊക്കേഷൻ വരുന്നത്. സിറ്റി ലക്സിന്റെ എന്താ വിശേഷം? സുഖല്ലേ? സുഖം തന്നെ. മൊത്തത്തിലെ അവസ്ഥ പിന്നെ കഴിഞ്ഞ മാസം പിന്നെ പൊതുവേ ഒരു ഷോക്ക് ആയിരുന്നല്ലോ. നോമ്പ് കഴിഞ്ഞ് അങ്ങനത്തെ ഒരു ചെറിയൊരു ഡീലുണ്ട്. പക്ഷെ വലുതായിട്ടൊന്നും ബാധിച്ചില്ല, കുഴപ്പമൊന്നുമില്ല. യുദ്ധം എല്ലാവർക്കും ബാധിച്ചല്ലോ, നമ്മൾ മാത്രമല്ല, എല്ലാ മേഖലയും. നമ്മൾ അവസാനത്തെ ടീമല്ലേ, ആദ്യത്തെ കേസിൽ തന്നെ ബാധിച്ച്. പിന്നെ അവസാനത്തേക്ക് ബാധിക്കാണ്ടിരിക്കില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഹോട്ടലുകാർക്ക് ബാധിച്ചു, ഓരോ ബുദ്ധിമുട്ടുന്നു. ഫുഡ് മെയിൻ അതാണല്ലോ, ബാക്കിയുള്ള സെക്കൻഡറി അല്ലേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഓക്കെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ബിസിനസ് ചെയ്തത്. അത്യാവശ്യം ബിസിനസ് ചെയ്ത 9 വണ്ടി വിറ്റിക്കണ്. 9 വണ്ടി ആ സമയത്ത് 9 വണ്ടി വിൽക്കാറ് 9 വലുതാ വിറ്റ്. കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. എല്ലാം പറയും, ചില 15 വണ്ടിട്ടൊക്കെ ചിലർ പറയും. പക്ഷെ നമ്മൾ 9 വിറ്റിക്കണ്. 9 വണ്ടി നമ്മൾ വിറ്റിക്കണ്. പിന്നെ നമ്മൾ പുറത്തുള്ള പണികൾ എടുത്തിന്, ചെറിയ ചെറിയ ബ്രോക്കർ പണി എടുത്തിന്. പക്ഷെ 9 വണ്ടി നമ്മൾ വിറ്റാണ്. നമ്മൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ റാത്താ, സെറ്റാണ്. അതേപോലെ എല്ലാവരും റാത്താണ്. ലോകത്തുള്ള എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് എല്ലാം വരുന്നുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യട്ടെ, റമ്മണ്ണനൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത്, റമ്മണ്ണൻ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞ് പോയ കിളി തിരിച്ചിട്ട് മറ്റാളെ കിളി ഓണായും ചെയ്ത് ഞാൻ തീർട്ട് എന്തായാലും ചൊറ തീർട്ട്. ഓരോ കിളിവർക്കലും കൂടെ നമ്മളല്ല. അതെ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വരുന്ന വീഡിയോയിലൊക്കെ വണ്ടിക്ക് പ്രൈസ് കുറവാ, മനസ്സിലായില്ലേ? എല്ലാത്തും വില കൂടിയില്ലേ, എല്ലാ സാധനത്തും വില കൂടാണല്ലോ. അപ്പൊ വില കുറച്ച് നമ്മൾ കുറച്ച് കൊടുക്കണേ. ഏറ്റവും ഹൈലൈറ്റ് ഒരു ഫോർഡ് എൻഡവർ ഉണ്ട്. നമ്മൾ ഇവിടെ ഫോർഡ് എൻഡവർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോർഡ് എൻഡവർ പോലെ തന്നെ ഹൈക്രോസ് ഉണ്ട്. ഹൈക്രോസ് ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് കണ്ടു നോക്കാം. നല്ല കിട്ടിയില്ല കാറുകൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് നോക്കാം. ആരെ കൊണ്ടുപോകണ ചെക്ക് ചെയ്യാം. നമ്മളെ ചെക്കിങ് എല്ലാം ഇപ്പോൾ സെറ്റാണ്. ഞങ്ങളിപ്പോൾ സുരേഷ് ഡ്രൈവിന്റെ ചെക്കിങ്ങിൽ 2 വണ്ടി വിറ്റ്, ഒരു MG ഹെക്ടറും വിറ്റ്. അതേപോലെ ഞങ്ങൾ എന്താ MG ഹെക്ടറും വിറ്റ്. അതേപോലെ തന്നെ വണ്ടി വിട്ടില്ല. ആ സമയത്ത് ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ, അപ്പോൾ തന്നെ എനിക്ക് മറന്നല്ലോ. ഹെക്ടർ വിറ്റ് ഞങ്ങൾ ഇവിടെയൊക്കെ ചെങ്ങന്നൂരിലൊക്കെ വിറ്റ്. യൂട്യൂബ് വീഡിയോ കണ്ടു വന്നാളാ. അതേപോലെ നമ്മൾ ന്യൂസ് ഐടെഗ്രാൻഡ് ന്യൂസ്, അതെ ഐടെഗ്രാൻഡ് ന്യൂസും വിറ്റ്. MG ഹെക്ടർ പ്ലസും കഴിഞ്ഞ മാസം 2 സുരേഷ് ഡ്രൈവിൽ ഫുള്ള് ഗുഡാ. അതിന്റെ റിപ്പോർട്ടും കഴിച്ചത് തന്നെയാണ്. സോറി, ഒന്നിന് MG അയച്ചേ, മറ്റേ അയച്ചില്ല. ആരെ കൊണ്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, കമ്പനി കൊണ്ടുപോയി എങ്ങനെ ചെക്ക് ചെയ്യാം. എന്നാലും വണ്ടിക്ക് ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടി വണ്ടിക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോണാലും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഓക്കെ, വീഡിയോ പോവാം. ആദ്യ വാഹനം റിനോ കൈഗർ ആണ്. KL 27 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. അതെ, കൈഗർ റിനോൾട്ട് കൈഗറിൽ AMT വരുന്നുണ്ട്, CVT വരുന്നുണ്ട്. ഇത് CVTയിൽ ഏറ്റവും ടോപ്പ് എൻഡ് RX-Z ടർബോ ഓട്ടോമാറ്റിക്. ഓക്കെ, 1 ലിറ്റർ ടർബോ എഞ്ചിൻ ഓട്ടോമാറ്റിക്. 1 ലിറ്റർ ടർബോ ലാഗോ കാര്യം ഒന്നും ഉണ്ടാവില്ല. CVT ആണ്. പിന്നെ എല്ലാ സ്പെക്കുള്ള വണ്ടിയാണ്. അത് മാത്രമല്ല 2021 ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി നമ്മൾ ചോദിക്കുന്ന വിലക്ക് അതും ആർക്കും കൊടുക്കാൻ പറ്റൂല. അല്ല, എത്ര ഓട്ടം പോയി? 50,000 സിംഗിൾ ഓണർഷിപ്പ്. 2021 ഡിസംബർ വണ്ടിയാണ്. സർവീസ് പ്രോപ്പർ, ഫുൾ പ്രോപ്പർ സർവീസ്, യാതൊരു ക്ലെയിമും ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, സർവീസ് ബുക്ക്, സ്പെയർ കീ എല്ലാം ഉണ്ട്. ടയർ ഇതിൽ മോശമാണ്, പക്ഷെ 4 ടയർ ഞങ്ങൾ മാറ്റി കൊടുക്കും. പുതിയ ടയർ 4 ഇട്ടിട്ടാണ് തരാം. അതെ, പിന്നെ അത് സ്പെഷ്യൽ പ്രൈസുമാണ്, ആർക്കും തരാൻ പറ്റാത്ത. CVT ആണ്. നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകം നോക്കണം. CVT AMT അണ്ണാങ്കോട്ടർ വ്യത്യാസമാണ്. CVT ആണ്. വെറും 6,25,000 രൂപയ്ക്ക് ഏറ്റവും ടോപ്പ് എൻഡ് കൈഗർ 6.4 ലക്ഷത്തിന് നിങ്ങൾ കൊണ്ടോ. CVT ഓട്ടോമാറ്റിക് അന്ന് ഇറങ്ങുമ്പോൾ 13 ലക്ഷം രൂപ. 13 ലക്ഷം രൂപ വരുന്ന വണ്ടി പകുതി പൈസക്കാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ റീസെയിൽ വാല്യൂ ഇല്ല. റീസെയിൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ എക്സ്ചേഞ്ച് കിട്ടി തരുന്നത്. ലോൺ ഫുള്ള് കയറും, എക്സ്ട്രയും കയറും. ഓക്കെ, അത് നിങ്ങളുടെ ട്രാക്കോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. വണ്ടിക്ക് എന്തായാലും അടിപൊളി പ്രൈസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. വള്ള കുറച്ചും പിന്നെ കുറച്ച്. അടുത്തൊരു പ്രീമിയം കാറ്റഗറി ജാഗ്വർ XE KL 7 ഒറിജിനൽ കേരള വണ്ടി. ഇത് ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ഏതാ മോഡൽ? ഒറിജിനൽ കേരള വണ്ടി 2018 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 84,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ജാഗ്വർ കാണിച്ചിരുന്നു. അതിന്റെ മുന്നത്തെ ഒരു ബ്ലാക്ക് ആയിരുന്നു. കഴിഞ്ഞ വൈറ്റ് അല്ല കാണിച്ചത്? കഴിഞ്ഞ വൈറ്റ്. അതായത് സെയിം സാധനം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച വണ്ടി ഞാൻ സാധാരണ കാണിക്കില്ലേ. കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ആ യുദ്ധം കാരണം തീരെ ഒന്നും ആർക്കും റീച്ച് ആവാനോ വീഡിയോ കോള് തീരെ വന്നില്ല. അതിന് കാരണം വെച്ചാൽ ആൾക്കാർക്ക് വേറെ പരിഭ്രാന്തില്ല. ഏറ്റവും കൂടുതൽ കോൾ ഇരുന്ന ഇവിടുത്തെ പുറത്തുനിന്നല്ലേ, അവരൊക്കെ വേറെ മൂഡിലിരുന്ന സമയത്ത് അവിടെ കാണിക്കാൻ പറ്റില്ല. പക്ഷേ പ്രൈസ് ആൾക്കാർ അറിയണ്ടേ, അതാണ്. 2018 മോഡലാണ്, ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, ഫുള്ള് കമ്പനി സർവീസ് ആണ്. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. എങ്ങനെ ചെക്ക് ചെയ്യുക? അത് പറഞ്ഞപ്പോൾ ചെക്ക് ചെയ്യുക. ഫുൾ പക്ക മെക്കാനിക് ആണ്. ടയറും ഇൻഷുറൻസും എല്ലാം ഗുഡാണ്. നമ്മൾ ചോദിക്കുന്ന വില വെറും 18 ലക്ഷം രൂപ. 18 മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ് XE. ഓക്കെ, 18 ലക്ഷത്തിന് കൊണ്ടുപോകാം. ഇതിന് പൊതുവേ എങ്ങനെ മൈലേജ്? ഇത് പൊതുവേ മൈലേജ് ഒരു 15 കിലോമീറ്റർ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും.
കിട്ടും. അതിന്റെ മേലോട്ട് നോക്കാം. ഇത് പിന്നെ XE പ്രസ്റ്റീജ് എന്ന് പറഞ്ഞാൽ ഇവരെ ഏറ്റവും എക്കണോമിക് കാർ, വില കുറഞ്ഞൊരു ബേസിക് കാറാണ്. ബേസിക് കാറാണ്, പക്ഷെ എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. ഇതിന് മെയിൻ്റെനൻസും കുറവാണ്. മറ്റേ XF-ഉം പോർട്ട്ഫോളിയോ അത് XJL-ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മെയിൻ്റെനൻസ് കുറഞ്ഞ ജാഗോറിന്റെ വണ്ടിയാണിത് XE പ്രസ്റ്റീജ്. അതെ, ലോൺ ഒരു 15 വർഷത്തിന് ലോൺ നമുക്ക് ഒരു 18 വരെ പാസ്സായി കൊടുക്കും. 18 വരെ കിട്ടും. അടുത്തത് ടൊയോട്ട കൊറോള അൾട്ടിസ്കെയിൽ 7 രജിസ്ട്രേഷൻ, എറണാകുളം വണ്ടി. ഇത് കേരള വണ്ടിയല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. 2018 മോഡൽ അൾട്ടീസ് GL ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്, പെട്രോൾ ഓട്ടോമാറ്റിക്. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഈ ഫേസ്. ഏറ്റവും ലാസ്റ്റ് ഉള്ള വേർഷൻ ആണ്. വെറും 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പൊതുവെ മൈലേജ് എങ്ങനെ? മൈലേജ് വണ്ടി ലോങ്ങിലൊക്കെ ഒരു 11-12 കിട്ടും. ലോക്കലിൽ 9 to 10, 8 to 10 ആ റേഞ്ച് കിട്ടും. അതെ, 1.8 ഇഞ്ചാണ് വരിക. 1.8 നല്ല പവർഫുൾ ഇഞ്ചാണ്, നല്ല ഓടിക്കാൻ നല്ല കംഫർട്ടാണ്. പിന്നെ അത് മാത്രമല്ല ഇത്രയും ലോ കിലോമീറ്റർ വണ്ടി ചിലപ്പോൾ റയർ പീസ് ആയിരിക്കും. 2018 എന്ന് പറയുമ്പോൾ 8 കൊല്ലമായില്ല. 8 കൊല്ലം കൊണ്ട് 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ പ്രോപ്പർ സർവീസ് ഉണ്ട്. ഹിസ്റ്ററി നമ്മുടെ കയ്യിൽ സിംഗിൾ ഓണർഷിപ്പ്. 18 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. അതെ, അന്ന് ഇറക്കുന്ന സമയത്ത് 22 ലക്ഷം രൂപ വില വരുന്ന വണ്ടിയാണ്. 22 lakhs വില വരുന്നത് നമ്മൾ ചോദിക്കുന്നത് 10.5. 10,50,000 രൂപ, അതായത് നേരെ പകുതിയാണ്. 2018 മോഡൽ GL ഓട്ടോമാറ്റിക്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. ലോൺ വേണ്ട പാർട്ടിയാണ് 8 lakh 8.59 വരെ ലോൺ കിട്ടും. അടുത്തതാ അടിപൊളി ഗ്രില്ലൊക്കെ മാറ്റി ചെയ്തേക്കുന്ന ടൊയോട്ടയുടെ ഹൈക്രോസ് ആണ്. KL3 രജിസ്ട്രേഷൻ വാഹനം. അതെ അതെ, ഓക്കെ. ഇത് 2024 7 മാസം GX ഓപ്ഷൻ ആണ്. GX വേറെ, GX ഓപ്ഷൻ വേറെ. GX ഓപ്ഷനിൽ ഏകദേശം കമ്പനി തന്നെ ഒരു 3 ലക്ഷം രൂപയുടെ എക്സ്ട്രാസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ 3 ലക്ഷം എങ്ങനെ ചോദിക്കുമ്പോൾ കുറെ പറയണ്ടേ. ഒരെണ്ണതാണ് ഇതാണ് സ്കേട്ടിന്റെ പാലാണ്, സൈഡാണ്, പിന്നെ ബാക്കിൽ റൂഫ് റെയില്, സീറ്റ് മാത്രം 85,000 രൂപ. സാധാ ഫോം സീറ്റാണ് വരിക. ഫുള്ള് ചെയ്തിട്ട് പിന്നെ ഡാഷ്ബോർഡ് സെറ്റിന് വരുന്നത് ഫുള്ള് ക്രോം, ഒരുപാട് സാധനം ബില്ലുണ്ട് ഇതിനകത്തൊക്കെ. 2024 മോഡൽ. ഇന്ന് ഓൺ റോഡ് വില വരുന്നത് 27 lakhs ആണ്. 27 lakhs ഓൺ റോഡ് വില. വാറണ്ടി 27 വരെ ഉണ്ടാവും. 2027 വരെ ഉണ്ടാവും. 27 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന ഹൈക്രോസ് ആണ്. അതെ, ഇത് ഫുള്ളി ഹൈബ്രിഡ് ആണോ? ഇല്ല, ഇത് ഹൈബ്രിഡ് വരില്ല. GX-ഉം GX പെട്രോൾ ആണ്. ഇതിന് കമ്പനി പറഞ്ഞ മൈലേജ് 16.7 ആണ്. നമുക്ക് ലോങ്ങിൽ വന്ന സമയത്ത് 13.9 മുതൽ 14 വരെ കിട്ടും. ഏറ്റവും കൂടുതൽ ലോക്കലിൽ ഒരു 12.6 ഇപ്പൊ ലൈവിലുണ്ട്. ഇപ്പൊ ലൈവിൽ 12.6 കിട്ടും. പിന്നെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു സാധാ ക്രിസ്റ്റ വാങ്ങുന്ന പൈസയാവുള്ളൂ. 22,50,000 രൂപ. 22,50,000 2024 GX ഓപ്ഷൻ. അത് മാത്രമല്ല വണ്ടി മൊത്തത്തിലൊരു ZX-ന്റെ മേനിയ കാണാൻ കാഴ്ച. എല്ലാ ഫിറ്റിംഗ്സ് ആക്കിയിട്ട് ഉള്ളും പുറം. ഈ ഗ്രില്ല് തന്നെ സ്റ്റൈലിഷ് ആയിരുന്നു. ബാക്കിലും അതേപോലെ തന്നെ ZX-നൊക്കെ വരുമോ എല്ലാ സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. ലോൺ എത്ര കിട്ടും? 21 ലോൺ നമുക്ക് 20 lakhs 21 വരെ കിട്ടും ലോൺ. ഈ Q3 നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്, പക്ഷെ എത്തേണ്ട കൈകളിലേക്ക് എത്തിയിട്ടില്ല. അത് നല്ലൊരു വണ്ടിയാണ്. ഇത് എത്തേണ്ട വണ്ടിയാണ്. 2018 മോഡൽ, വെറും 60,000 കിലോമീറ്റർ ഓടിയ കോഴിക്കോട് നമ്പറിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഞാൻ എടുത്തൊരു വില വിലക്ക് നമ്മൾ കയറി എടുക്കുമല്ലോ. കയറി ഞാൻ എടുത്തു കൊടുത്ത്. കളർ മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിലെ വണ്ടി, ഞങ്ങൾ അറിയുന്ന ഒരാളെ വണ്ടി, പിന്നെ ഇവിടുത്തെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം കസ്റ്റമർ വണ്ടി. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാവരും പോയപ്പോൾ ചാടിക്കേറി ഞാൻ അറ്റാക്ക് ചെയ്ത് ഞാൻ എടുത്ത്. പക്ഷെ എനിക്കത് എടുത്ത വില കൂടിപ്പോയി സംശയം ഉണ്ട്. അതായിരിക്കും ഇപ്പൊ ഞാൻ വില കുറച്ച് 20 ലക്ഷം രൂപയ്ക്ക് ഇത് കൊടുക്കും. 2018 വണ്ടി. എനിക്ക് 20,75,000 കോസ്റ്റാ. ഞാൻ സർവീസ് ചെയ്തപ്പോൾ സർവീസ് ബില്ല് മാത്രം എനിക്ക് 67,000 രൂപയാണ്. ഈ 60 സർവീസ് മേജറാണ്, അതിന് പൈസ കൂടും. മറ്റേ 30 വരുന്ന കൊടുത്ത് ഇത് 67 ഉറുപ്പിക സർവീസ് ചെയ്താൽ ഞാൻ ഇപ്പൊ 20 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക. ലോൺ അതിനടുപ്പിച്ച് ലോണും കിട്ടും. 2018 പ്രീമിയം പ്ലസ് ആണ്. അപ്പോൾ പുള്ളി നഷ്ടത്തിൽ കൊടുക്കാണ്. അത് ജെന്യൂൻ കേസ് ആട്ടോ. നഷ്ടത്തിൽ കൊടുക്കാനാണ്. വരുന്നവന് കറക്റ്റ് A to Z വാങ്ങിയ എല്ലാ സാധനവും ഉണ്ട്, കാണിച്ചു കൊടുക്കുക. ഇത് നഷ്ടത്തിൽ കൊടുക്കാണ്. അല്ല, ലാഭം നഷ്ടം കിട്ടും. ബിസിനസ് അതല്ലേ, രണ്ടും ഉണ്ടാവും. ലാഭം മാത്രം കിട്ടാൻ എല്ലാവർക്കും പണിക്കറിയാൻ പോരെ. നാട്ടിൽ പണിക്കാറുണ്ടാവോ? തെങ്ങമ കയറാളുണ്ടാവില്ല. കളിപ്പണിക്കാർ എല്ലാവരും ഇപ്പോൾ പണിയിലിറങ്ങൂലേ? അല്ല, വേണ്ടളിയാ. അപ്പോൾ ഇത് കൊടുക്കുക. ഇത് വരുന്ന ആൾക്ക് നമ്മൾ അതിനനുസരിച്ച് മാന്യമായിട്ട് ഈ എടുക്കുന്ന ആൾക്ക് ഒരു പണി പെൻഡിങ് ഇല്ല. ഞാൻ സർവീസ് ചെയ്തിട്ടിപ്പോൾ ഒരു 1000 കിലോമീറ്റർ പോലും ഞാൻ ഓടിയിട്ടില്ല, 500 പോലും ഓടിയിട്ടില്ല. അപ്പോൾ നല്ലൊരു Q3 ആണ്, റെഡ് കളർ. Volkswagen Tiguan KL46 ഗുരുവായൂർ വണ്ടിയാണ്. അതെ, ഇതേതാ മെറ്റൽ ഓപ്ഷൻ? ഇത് പിന്നെ ബേസ് മോഡൽ കംഫർട്ട് ലൈൻ 2022 50,000 കിലോമീറ്റർ ഓടി. ഫുള്ള് കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. 50 സർവീസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. മാനുവലാണ്. 1 ലിറ്റർ മാനുവലാണ്. എന്തായാലും 1 ലിറ്റർ മാനുവലായാലും എല്ലാ ആവശ്യത്തിനുള്ള എല്ലാ സാധനം ഉണ്ടാവും. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. 2 എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോളിംഗ് സെറ്റ്, പിന്നെ ഓട്ടോ മിറർ ഫോൾഡിംഗ് എല്ലാ സാധനം ഉണ്ടാവും. പുഷ് ബട്ടറും അലോയിലും ഇല്ല. ബാക്കിയെല്ലാം ഉണ്ടാവും. 2022 മോഡൽ. പിന്നെ പവർഫുൾ ആണ്. പിന്നെ 1 ലിറ്റർ ടർബോ ആണ്. അത്യാവശ്യം മൈലേജും കിട്ടും. 13.5 to 15 വരെ മൈലേജ് കിട്ടും. ഈ വണ്ടി നമുക്ക് 7,90,000 രൂപ കൊടുക്കാം. 7,90,000 2022 ടൈഗോൺ. 7,90,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 7 lakhs വരെ. ലോൺ 7,500 വരെ കിട്ടും. അതെ, 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അപ്പോൾ ചെറിയ മെയിൻ്റനൻസിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു പോളോ വാങ്ങുന്ന പൈസക്ക് ടൈഗോൺ കൊടുക്കാം. ഇനി ടൈഗോൺ വേണ്ടെങ്കിൽ കുഷാക്കും ഉണ്ട് ഇവിടെ. KL34 രജിസ്ട്രേഷൻ അല്ലേ? അതെ, 34 കാഞ്ഞിരപ്പള്ളി അല്ലേ? കാഞ്ഞിരപ്പള്ളി രജിസ്ട്രേഷൻ. 2022 മോഡൽ
കുഷാക്ക് സ്റ്റൈൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ഉണ്ട്. ഓക്കെ, ഏറ്റവും ടോപ്പ് ഉണ്ട് സ്റ്റൈൽ ഓട്ടോമാറ്റിക് 50,000 കിലോമീറ്റർ. 50,000 സർവീസ് 1 ലിറ്റർ ടർബോ. പിന്നെ 50,000 കിലോമീറ്റർ ഓടി. ഇപ്പോൾ 2 ആഴ്ച മുന്നേ 2 കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വാറണ്ടി കൂട്ടിയിട്ട് നിങ്ങളെ പേരിൽ കിട്ടും. എക്സ്റ്റെൻഡ് ചെയ്ത് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് 2 ആഴ്ചയായി. പിന്നെ യാതൊരു ക്ലെയിമും ഇല്ല. നല്ല പക്ക വണ്ടിയാണ്. വെറും 11 ലക്ഷം രൂപ. അന്ന് ഇറങ്ങുന്ന സമയത്ത് 22 വില വരുന്ന വണ്ടിയാണ്. 11 ലക്ഷത്തിന് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? സ്റ്റൈൽ ഓട്ടോമാറ്റിക് 1 ലിറ്റർ ടർബോ ആണ്. ഇതിൽ 80 ഗിയർ ബോക്സ് ആണ് വരിക. 1.5 DST വരും. പിന്നെ ഇതിൽ സീറ്റ് വെന്റിലേഷൻ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും. GT പോണ സീറ്റ് വെന്റിലേഷൻ ഒന്നും കിട്ടും. അപ്പോൾ 11 ലക്ഷത്തിന് കൊണ്ടുപോകും 22 വണ്ടി. അപ്പോൾ 22 മോഡലുണ്ട്. ഒന്ന് ബേസ് ഓപ്ഷൻ ടൈഗോൺ ഉണ്ട്, ഒന്ന് ഫുൾ ഓപ്ഷൻ കുഷാക്ക് ഓട്ടോ. അതെ, 22 മോഡലാണ്. അതെ. അടുത്ത വണ്ടി മാരുതി സുസുക്കി ബലെനോ KL14 കാസർഗോഡ് വണ്ടി. ഇത് സീറ്റ് ആൽഫ 2018 ആൽഫ. 2018 ആൽഫ വെറും 32,000 കിലോമീറ്റർ ഓടിയുള്ളൂ. CVT ഓട്ടോമാറ്റിക്. 2018 ആൽഫ CVT ഓട്ടോമാറ്റിക് 32,000 കിലോമീറ്റർ ഓടി. പക്ഷേ ഇതിന് വില കുറവുണ്ട്. 5,70,000 രൂപയുള്ളൂ. ഓണർഷിപ്പ് തേർഡ് ഓണറായിട്ടല്ല. അതെ, കിലോമീറ്റർ ബേസ് 32 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 32 ഓടി ജെന്യൂൻ കമ്പനി സർവീസാണ്. കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യുക. യാതൊരു റീപ്ലേസും ഇല്ല. പിന്നെ ഓണർഷിപ്പ് തേർഡാണ്. ഓക്കെ, ആ ഒരു ഡ്രോബാക്ക് ആണ്. അപ്പോൾ ലോണ് എത്ര കിട്ടും? 5 ലക്ഷം കിട്ടും. ഫുൾ ലോൺ കിട്ടും. ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നത്. 2018 ആൽഫ CVT ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് ശേഷം പിന്നെ MT വന്നത്. ഇതിലാണ് CVT. 19, 20, 21 വരെ CVT. 21 പകുതിയിലാകുമ്പോൾ വീണ്ടും MT പോയി. ഏറ്റവും ഓടിക്കാൻ കംഫർട്ടുള്ള ഗിയർ ബോക്സ് ആയിരിക്കും ഇത്. അത് മാത്രമല്ല ഇത്രയും ഒരു വില കുറച്ച് ആൽഫ ഓട്ടോമാറ്റിക് ഉണ്ടാവില്ല 30 കിലോമീറ്ററിൽ. ഇനി ഓണർഷിപ്പാണ് ഇതിന് ഡ്രോബാക്ക്. പക്ഷെ കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് പേടിയുണ്ട്, ഇനി എന്താ വില കുറവ് ഇങ്ങനെയൊന്ന് പേടിയുണ്ടെങ്കിൽ ആരെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തു? ആരും കൊണ്ട് ചെക്ക് ചെയ്യാം. ആരും ചെക്ക് ചെയ്യാം. ലോ കിലോമീറ്റർ അല്ലേ. അടുത്തത് ബ്ലാക്ക് ബ്യൂട്ടി, ഒരു ബ്ലാക്ക് സെൽറ്റോസ് KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ കിടക്കുന്ന ഒരു വാഹനം. അതെ, 2021 വരുന്ന ന്യൂ ഷേപ്പ് വണ്ടി. 2021 വരുന്ന HTX ഓട്ടോമാറ്റിക് ന്യൂ ഷേപ്പ് പെട്രോൾ. ടോപ്പിന്റെ തൊട്ട് താഴെ GT ലൈനിന്റെ നേരെ താഴെ HTX പ്ലസ് ആണ് വരിക. അതിന്റെ നേരെ താഴെ HTX പ്ലസ് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സീറ്റ് വെന്റിലേഷൻ വരില്ല, ബാക്കിയെല്ലാം സെയിം ആണ്. അല്ല, സീറ്റ് വെന്റിലേഷൻ പ്ലസിൽ വരുന്നുണ്ട്. HTX പ്ലസിൽ സീറ്റ് വെന്റിലേഷൻ വരും. GT വരും. HTX പ്ലസ് സീറ്റ് വെന്റിലേഷൻ വരും. പിന്നെ സൈഡ് സ്വിച്ച് ഉണ്ടാവും അങ്ങനെ നീക്കാനുള്ള. അത് ബാക്കി വെച്ച് എല്ലാ സാധനവും സൺറൂഫ് ഉണ്ടാവും. പിന്നെ ബാക്കി ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ സെയിം ആണ്. എല്ലാം സെയിം ആണ്. ബമ്പർ, പിന്നെ ഫോഗ് ലാമ്പ് എല്ലാം, ഹെഡ്ലൈറ്റ് എല്ലാം സെയിം ആണ്. ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ഫോഗ് എല്ലാം വരും. 2021 90 ഓടിയത്. ഓട്ടം പോയിട്ടുണ്ട്. ഓട്ടം പോയതിന് ചെറിയ സ്പെഷ്യൽ വിലയാണ്. അല്ല, പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എന്നിട്ട് ഓട്ടം പോയിട്ടുണ്ട്. DCT ഓട്ടോമാറ്റിക് 2021 ന്യൂ ഷേപ്പ് വണ്ടി. ഓട്ടം പോയിട്ടുണ്ട്. കസ്റ്റമർ ഓടുന്ന ആളായിരിക്കാം, എന്താറില്ല. പക്ഷേ സ്പെഷ്യൽ വിലയാണ്. ആരും കൊടുക്കാൻ പറ്റില്ല. 10,50,000 രൂപ 2021 ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് HTX നിങ്ങൾക്ക് കൊണ്ടുപോകാം. 21 ന്യൂ ഷേപ്പ് ആണ് പ്രത്യേകം വണ്ടി. 21 ഓൾഡ് ഉണ്ട്, ന്യൂ മോഡൽ വണ്ടി. വെറും 10.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ, 10,50,000 രൂപയ്ക്ക് ഒരു ബ്ലാക്ക് സെൽറ്റോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് ഫുള്ള് കയറും. പിന്നെ പെട്രോൾ വാഹനം പേടിക്കൊന്നും വേണ്ട. 90 ഓടിയിൽ എന്താ, 130 ഓടിയിൽ എന്താ, 1.5 ഓടിയിൽ പ്രശ്നമില്ല. വണ്ടി ഫുൾ പെർഫെക്റ്റ് ആണ്. ഫുൾ കമ്പനി സർവീസ് പോയിട്ടുണ്ട്. ഒരു കുഴപ്പം വണ്ടിക്കില്ല. ലോണൊക്കെ ഫുള്ള് കയറും. അതെ, ഇതാ ഒരു ഫുൾ ഓപ്ഷൻ ടാറ്റ ഹാരിയർ KL7 എറണാകുളം വണ്ടിയാണ്. 2022 മോഡൽ. ഒരാൾക്കും ഈ വിലക്ക് തരാൻ പറ്റില്ല കേട്ടോ. ഈ വിലക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിന്റെ XZ പ്ലസ് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന ഈ ഒരു വിലക്ക് ഒരാൾക്കും വണ്ടി തരാൻ പറ്റില്ല. കേരള മോഡൽ ഓട്ടോ എത്ര പോയി? ഡീസൽ ഓട്ടോമാറ്റിക് 84,000 കിലോമീറ്റർ. 84,000 കമ്പനി വാറണ്ടി നിലക്കുന്ന വണ്ടി. 2027 വരെ വാറണ്ടി നിൽക്കുന്ന വണ്ടി. വെറും 13,50,000 രൂപക്ക് 2022 ടാറ്റ ഹാരിയർ ഏറ്റവും ടോപ്പ് ഡീസൽ ഓട്ടോമാറ്റിക്. ചാലഞ്ചാണ് ഈ വിലക്കൊരു വണ്ടി. നിങ്ങൾ ആരിൻ്റെ കഴിഞ്ഞ വണ്ടി ഞാൻ ചോദിച്ച വില എത്രയാണ്? എൻ്റെ വണ്ടി വിറ്റ് എത്ര കാര്യം. എൻ്റെ കഴിഞ്ഞ വണ്ടി 16,25,000 രൂപയാണ് ചോദിച്ചത്. ഞാൻ വണ്ടി വിറ്റ് വീഡിയോ തന്നെയാണ്. വിറ്റ സ്ഥലം തൃശ്ശൂരാണ്. നമ്മൾ എന്താ വില കുറച്ച് കൊടുക്കുന്നത്? ഒന്നും ഉണ്ടായിട്ടില്ല. ആ വണ്ടി കൂടി 50,000 കഴിഞ്ഞ്, ഈ വണ്ടിയുടെ 84 ഓടിന്. ഇപ്പോൾ വാങ്ങുന്ന പർച്ചേസിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ലോ കിലോമീറ്റർ കൂടിയ വിലയ്ക്ക് പർച്ചേസ് ചെയ്യും, കിലോമീറ്റർ കൂടുമ്പോൾ കുറച്ച് വിലയ്ക്ക് പർച്ചേസ് ചെയ്യും. വെറും 13,50,000 രൂപയ്ക്ക് ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക്, ക്ലെയിം ഇല്ലാത്ത, ഫ്ലഡ് ഇല്ലാത്ത പക്ക വണ്ടി. വേറെ എല്ലാം ബ്രാൻഡ് ന്യൂ. 27 വരെ വാറണ്ടിയിലും നിൽക്കുകയാണ്. ലോണ് വേണോ? ലോണ് വേണോ? പൈസ ഫുള്ളും പിന്നെ കുറച്ചും അങ്ങോട്ടും തരും. ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പ് ഈ വിലക്ക് ആർക്കും തരാൻ പറ്റൂല. അങ്ങനെ തന്നാലും പ്രശ്നമാണ്. അപ്പോൾ എന്താ പ്രശ്നം ചോദിക്കും? പ്രശ്നങ്ങളൊന്നുമില്ല. ചെക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചെറിയ മാർജിനിൽ ചെയ്യാന്ന് വെച്ചാൽ പഴയ പോലെ മാർജിൻ എടുത്ത് ചെയ്യാൻ ആർക്കും പറ്റില്ല. ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞങ്ങളെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ 30 കാർ ഷോറൂമാണ്. 30 കാർ ഷോറൂം കേരളത്തിൽ എവിടെയും കാണിക്കാൻ പറ്റില്ല. ഈ ഒരു റൂട്ടിൽ 30 ഷോറൂം. പണ്ട് പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, പിന്നെ ഈ ദൂരമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ കുറഞ്ഞ ദൂരത്തിലാണ് പറയുന്നത്. ഈ 3 കിലോമീറ്റർ മീൻചന്ത മുതൽ മിംസ് ഹോസ്പിറ്റൽ വരെ
ടോട്ടൽ ഒരു 3 കിലോമീറ്ററിനകത്ത് ഇത്രയും ഷോറൂമുള്ള സ്ഥലം കേരളത്തിൽ വേറെ എവിടെയും കാണിക്കാൻ പറ്റില്ല. ഉണ്ടാവില്ല. അതെ, നിങ്ങൾ ഇന്ന കാണാൻ വന്നാലും ഒരു 10-30 ഷോറൂം കേട്ട് വണ്ടി എടുത്താലും മതി. മനസ്സിലായില്ലേ? നമ്മുടെ തന്നെ ഓടി വരുന്നൊന്നും വേണ്ട. എല്ലാം പോയി നോക്കിയിട്ട് എവിടെയാണോ വില കുറവ്, എവിടെയാണോ നല്ല സാധനം, അത് നോക്കിയിട്ട് എടുത്തോളൂ. ഓക്കെ, സ്പെഷ്യൽ പ്രൈസിന് ഇതായിരിക്കും ഫസ്റ്റ് പോകുന്ന വണ്ടി. 27 വരെ വാറണ്ടി ഉണ്ട് കേട്ടോ, ഡീസൽ ഓട്ടോമാറ്റിക്. മഹീന്ദ്ര ഥാർ KL32 രജിസ്ട്രേഷൻ. അത്യാവശ്യം ഫിറ്റിംഗ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സുകളുണ്ട്. നല്ല, പിന്നെ പ്രത്യേകിച്ച് ബ്ലാക്ക് ആണ്, 2021 മോഡലാണ്, 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതൊരു സ്പെഷ്യൽ വിലക്ക് തന്നെ. ഏതാ ഓട്ടോമാറ്റിക് മാനുവലോ? ഏറ്റവും കൂടിയ വണ്ടി 4x4 ഓട്ടോമാറ്റിക് പെട്രോൾ 50,000 ഓടിയ കമ്പനി സർവീസുള്ള, ഇപ്പൊ നിയർ ആയിട്ട് ഒരു മാസം മുന്നേ സർവീസ് ചെയ്ത വണ്ടി, 0 ക്ലെയിം ഉള്ള വണ്ടി. സാധനം കൂടുതൽ കൂടെ 50 ഓടിയ വണ്ടി വെറും 12,25,000 രൂപയ്ക്ക്. 12.5 ലക്ഷത്തിന് 21 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് 4x4 52,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു താർ അഡീഷണൽ നല്ല ബമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ കാരിയർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, പിന്നെ ലൈറ്റ് മാറ്റി ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ല. നേരെ വരിക, ഒരു 10 ലക്ഷം ലോൺ ആക്കി 2.5 അടയ്ക്കാൻ കൊണ്ടുപോവുക. ഒന്നും ചെയ്യാനില്ല. ഒരു സംഗതി ടയറും എല്ലാം ഓൾമോസ്റ്റ് ഗുഡാണ്. പെട്രോൾ അടിക്കുക, ഓടുക, അത്രേ ഉള്ളൂ മുത്തേ. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക് 4x4. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ വെന്യൂ KL33 രജിസ്ട്രേഷൻ. അടുത്ത പെരും വില കുറവിന്റെ പൂരാന്ന് 2024 മോഡല്, ഏറ്റവും ടോപ്പ് ഉണ്ട്. SX ഓപ്ഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് 24,000 കിലോമീറ്റർ, 2024 വണ്ടി, 2029 വരെ വാറണ്ടി ഉള്ളത്. 2024 മോഡൽ വണ്ടി, 2029 വരെ വാറണ്ടി ഉള്ളത്. വളരെ ചെറിയ കിലോമീറ്റർ കൂടി, ഏറ്റവും ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക് സൺറൂഫെല്ലാം വരുന്ന SX ഓപ്ഷനിൽ വണ്ടി വെറും 11,25,000 രൂപയ്ക്ക്. 2024 മോഡൽ. അന്ന് എത്ര ഉണ്ടായിരുന്നു? അന്ന് 1690. അതെ, 1690 വരുന്ന SX ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ കൂടി 5 വർഷം സർവീസിലെ വണ്ടി വെറും 11,25,000 രൂപ, 10 രൂപ ലോൺ കൊടുക്കുക. സോണറ്റും ഉണ്ട്, ഫുൾ ഓപ്ഷൻ. അതും GT ലൈനാണ്. KL84 എന്ന് പറയുമ്പോൾ 84 കൊണ്ടോട്ടില്ലേ? 84 കൊണ്ടോട്ടി രജിസ്ട്രേഷൻ. നല്ല നമ്പർ 1122. 2020 വണ്ടി, ഡീസൽ ഓട്ടോമാറ്റിക്, 86,000 കിലോമീറ്റർ. ഡീസൽ ഓട്ടോമാറ്റിക്. ഇതും ഗ്യാപ്പാ, ഇതും പെരും ഗ്യാപ്പ്. വെറും 8,50,000 ഉപയോഗിക്കുന്നുള്ളൂ GT ലൈനിന്. 20 വണ്ടി. അന്ന് വണ്ടിക്ക് വില എത്രയാണ്? 19 ലക്ഷം റുപ്യാണ്. പിന്നാണ് ഇപ്പോഴാണ് വണ്ടിക്ക് 17,000. GST വന്നതിന് ശേഷമാണ് 17,000. മറ്റേ വണ്ടിക്ക് 1890, 19 വണ്ടിക്ക് തന്നെ. ആ സാധനം എത്ര കൊടുക്കുന്നത്? 8,000. അത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അതോ റീപ്ലേസ് ചെയ്യാത്ത വണ്ടി? ഒരു ക്ലെയിമില്ല അല്ല, ഒരു ക്ലെയിമില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ഡൗട്ട് വരും. ചോട്ടെ, ഞാൻ ഫുള്ള് ഇവിടെ 25,000 പ്രോഫിറ്റില്ല ഉള്ള 25,000 ഇപ്പൊ എടുക്കുന്നുണ്ട്. അത് പ്രശ്നമില്ലല്ലോ. പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല, എടുക്കണുള്ളൂ ഞാൻ. എന്താ എല്ലാവരും 1 ലക്ഷം 50 ഷോപ്പ് വയ്ക്കുക, ഷോപ്പാ, ടോപ്പില്ല, ഒന്നുമില്ല, കായില്ലാത്തോണ്ട് ഇതാകുമ്പോൾ നമുക്ക് ഇത് മതി. ചെറിയ വാടക ഉള്ളൂ. എന്റെ പാർട്ണർമാരൊക്കെ എന്റെ പണിക്കാരാണ്. നമ്മൾ 4 ആൾക്കാരാണ്. 4 ആൾ ഇവിടെ പണിക്കാരാ. അവിടെ പണിക്കാരും ഇല്ല ഇവിടെ. അതല്ലേ, ബാക്കിയൊക്കെ അപ്രന്റീസ് സ്റ്റാഫാ. എന്താ കുഴപ്പമോ? 25,000 മാർജിനുള്ളൂ. അത് കിട്ടും. ഫുള്ള് ലോൺ കിട്ടും. ലോണൊക്കെ നമ്മൾ പുതിയ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ നേരെ വരിക, ഡോക്യുമെന്റ്സ് നമ്മൾ പറയും, ഇത്ര പേപ്പർ, ആ പേപ്പർ കൊണ്ടുവരിക, 1 മണിക്കൂർ ലോൺ പാസ് കൊടുക്കും. 1 അവർ അപ്പൊ തന്നെ അറിയാം. വരാനുള്ള ആൾക്കാർ അന്നെ പുറക്കാരെ കൂട്ടി വിമ്മനും വെല്ലിമ്മനെയും ഒക്കെ കൂട്ടി വന്നോണ്ട് പിന്നെ കോല കൂട്ടാ പോട്ടല്ലോ, എന്നിട്ട് ഇവിടെ എടുത്ത് പോപ്പ ഫാമിലി വന്നോളി സാറൊക്കെ നമുക്ക്. ഓക്കെ, അടുത്തതാ ഒരു റെഡ് ഹാരിയർ KL1 തിരുവനന്തപുരം വണ്ടി. അതെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, XT മാനുവൽ. മിഡിൽ ഓപ്ഷൻ. അതെ, 77,000 കിലോമീറ്റർ ഓടി, ഫുള്ള് കമ്പനി സർവീസ് പോയ, റീപ്ലേസ് ചെയ്യാത്ത 4 പുതിയ ടയറിലെ, പുതിയ ഇൻഷുറൻസ് ഉള്ള നല്ല ക്വാളിറ്റി വണ്ടി. ഒരു 17 മൈലേജ് കിട്ടൂല? 15, 13 to 15 കിട്ടും. 13 to 15 മൈലേജ് കിട്ടും. ഡീസൽ മാനുവൽ കിട്ടും. കുറച്ച് പറഞ്ഞാൽ മതി. ഡീസൽ മൈനർ ഇല്ലാതെ വിളിക്കണ്ടല്ലോ. വണ്ടി ഫുള്ള് പക്കാണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഫാൻസി നമ്പറാണ്. അതും ചെറിയ പൈസ തരുന്നത്. അഡീഷണൽ അലോയ്സ് ഒക്കെ ചെയ്ത വണ്ടിയാണ്. വെറും 10,50,000 രൂപയ്ക്ക്. 10.5 ലക്ഷത്തിന് ഒരു ഹാരിയർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല വണ്ടി, റീപ്ലേസ് ചെയ്യാത്ത നല്ല ക്വാളിറ്റി വണ്ടി, പൊട്ടിച്ച വിലക്ക്. കുഞ്ഞു വണ്ടി, 10 ലക്ഷത്തിന് നല്ലൊരു വണ്ടി. ഇൻഷുറൻസ് പുതിയ എടുത്തിന്, ടയർ 4 ഗുഡാണ്, പക്ക സർവീസ് ഉണ്ട്. യാതൊരു പൈസ ചെലവാക്കണ്ട, ഒന്നും ചെലവാക്കാനില്ല. ഡീസൽ അടിച്ച് ഓടിയാൽ മതി. 10 ലക്ഷം റുപ്യക്ക് ഒരു 50,000 പോയിട്ട് പോരി, 10 രൂപ ലോൺ തരാന്. മോനെ മുതലെന്താ 8 മാറ്റിയിട്ട് ആ 8ന്റെ തല മുറിച്ച 6 ആയി. അതെ, എറണാകുളം വണ്ടി. അതെ, സാധനം തെന്നങ്കാട് ആയിട്ടുണ്ട്. 6 അടി ചാണ്ട അതിനങ്ങാട് ആയിട്ടാ നോക്കി. ഓക്കെ, KL7 വണ്ടിയാണ്. അതെ, 3.2 ലിറ്ററിൽ ഈ വിലക്ക് ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, ഒരാൾക്കും തരാൻ കഴിയില്ല. അത് ചാലഞ്ചാണ്. അത് ചാലഞ്ചുള്ള ഇങ്ങനെ കമന്റ് ഇട്ടോട്ടെ. 2016 മോഡൽ 3.2 ഒറിജിനൽ കേരള വണ്ടി, 1,50,000 ഓടി. ഇപ്പൊ 50 മേജർ സർവീസ് കഴിഞ്ഞ് 4 ബ്രാൻഡ് ന്യൂ ടയറിലെ സെക്കൻഡ് കീ സർവീസ് ബുക്കിലുള്ള 0 ക്ലെയിം ഉള്ള വണ്ടി, വെറും സിംഗിൾ ഓണർഷിപ്പ്, വെറും 18 ലക്ഷം രൂപയ്ക്ക്.
2016 3.2 ഒറിജിനൽ കേരള വണ്ടിയാണ്. 3.2 ആണ്, ഒറിജിനൽ കേരളയാണ്. ഇതിന്റെ മേലെ ഒന്ന് വെക്ക്. ഓക്കെ, ഇതിന്റെ മേലെ ഒന്ന് വെക്കാണ്ടോ? ഇല്ല, വെക്കാനില്ല, കിട്ടൂല. 2016 3.2 എന്ന് പറഞ്ഞ ഒരു ഫാൻ ബേസാ. 2.2 കിട്ടാണ്ടാവും, 3.2 ഇല്ല എവിടെയും. ഉള്ള വണ്ടി റയർ പീസ്, ഒറിജിനൽ കേരള വണ്ടി. 20 രൂപയുടെ താഴത്ത് വണ്ടി ഇല്ല. വെറും 18 ലക്ഷം റുപ്യക്ക്. ലോണ് വേണോ? 15 റുപ്യ. 15 കിട്ടും. അതെ. ഓക്കെ, 3 ലക്ഷം കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. വെറും 18 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് മണിമുത്ത് കിളിക്കുഞ്ഞ്. സൂപ്പർ വണ്ടി. അടുത്ത വണ്ടിക്ക് വീണ്ടും ഒരു സോണറ്റ് GT ലൈൻ ഫുൾ ഓപ്ഷൻ വണ്ടി KL 7 ആണ്. അതെ, ഇത് 2022 മോഡൽ ഏറ്റവും ടോപ്പിന്റെ ഡീസൽ ഓട്ടോമാറ്റിക്, 30,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. 2027 വരെ വാറണ്ടി നിൽക്കുന്ന വണ്ടിയാണ്. കമ്പനി വാറണ്ടി 2027 വരെ നിൽക്കുന്നുണ്ട്. വെറും 30,000 കിലോമീറ്റർ വണ്ടിക്ക്, അതും പൊട്ടിച്ച വിലക്കാണ്. നമ്മൾ ചോദിക്കുന്ന വെറും 11,90,000 രൂപയാണ്. 11,90,000 രൂപയ്ക്ക് 2022 GT ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക്. ഇതിനെ മുകളിൽ കാണിച്ചോണ്ടേ. ആയിക്കോട്ടെ, ഇതിന്റെ മുകളിൽ ഇതിന് കുറച്ച് വണ്ടി ഇതേമാതിരി ഉണ്ടോ? ഞാൻ പറഞ്ഞ ജെന്യൂൻ വണ്ടി ആയത്, റീപ്ലേസ് ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 30,000 കിലോമീറ്റർ ആവണോ. ഈ ഒരു വിലക്ക് GT ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക് അതും കാണിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലാഭം 25,000 രൂപയാണ്. 25,000 കിട്ടാൻ സ്പോട്ട് കൊടുക്കും. ആയിക്കോട്ടെ, ഓക്കെ. ലോണ് അറിയണ്ടേ? 11 ലക്ഷം ലോൺ കിട്ടും. 11 ലക്ഷം ലോണ്. 25,000 കണ്ടാൽ മതി അല്ലല്ലോ. 90 വയ്ക്കുന്നതിന് 90. പിന്നെ എന്ത് കുറയ്ക്കും ഞാൻ? 90 ചോദിക്കുന്നുള്ളൂ, എന്തെങ്കിലും കുറയ്ക്കും. ഒരു 75,000 രൂപ വന്നോളി. 2022 GT ലൈൻ പോവാം. വെറും 30,000 ഓടിയത്. 75 ഫൈനലാക്കാം. അതെ. അടുത്തത് ഹ്യുണ്ടൈ വെന്യൂ KL 22 രജിസ്ട്രേഷൻ. കുറെ വെന്യൂ സോണറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ വണ്ടിയും എല്ലാം ഡീസലും പെട്രോളും എല്ലാം ഉണ്ട്. എല്ലാ സാധനം എന്ത് വന്നാലും ഈ കുടക്കിൽ ഫുൾ സാധനം ഉണ്ട്. ഒന്നും മറിയുമ്പോണ്ട്. ഇത് 2024 വെന്യൂ ടോപ്പ് ആൻഡ് ഡീസൽ SX ഓപ്ഷൻ ഡീസൽ. വെറും 20,000 കിലോമീറ്റർ ഓടിയത്. വെറും 11,40,000 രൂപ. 2024 കേൾക്കണം കേട്ടോ. 24 മോഡല് ഡീസൽ ഏറ്റവും ടോപ്പിന്റെ SX ഓപ്ഷൻ വണ്ടി, 20,000 ഓടിയത്. അതേപോലെ 5 കൊല്ലം വാറണ്ടിയുള്ള വണ്ടി. വെറും 11,40. ശരിക്കും പുതിയ 17 സംതിങ് വരായിരുന്നു. 17, 10, 15, 15 ഉണ്ടെന്ന്. SX ഓപ്ഷനിലാണ്. കവർ പോലും പൊളിച്ചിട്ടില്ല. കവർ പോലും പൊളിക്കാത്ത വണ്ടി 2024 വെറും 11,40. ഫുൾ ഓപ്ഷൻ അല്ല, ഫുൾ ലോൺ ഏറ്റവും ടോപ്പിന് ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ വേണേൽ ക്യാഷ് ബാക്ക് അങ്ങോട്ട് ഉണ്ടാവും. ആ ക്യാഷ് ബാക്കും. അടുത്തത് മെർസിഡസ് ബെൻസ് CLA 200 KL 11 വണ്ടി തന്നെ. KL 11 ഒറിജിനൽ കേരള വണ്ടി. ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ ഒറിജിനൽ തന്നെ. KL 11 ഒറിജിനൽ വണ്ടി. 2016 നവംബർ വണ്ടി. 2016 നവംബർ വണ്ടി. 1,40,000 ഓടി. ഫുൾ കമ്പനി സർവീസ്. 1,40,000 സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2016 മോഡൽ CLA 200 സ്റ്റൈല്. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി, ക്ലെയിം ഇല്ലാത്ത വണ്ടി, ഫുള്ള് റെക്കോർഡ് പോയ വണ്ടി. വെറും 12 ലക്ഷം രൂപയ്ക്ക്. ഒറിജിനൽ കേരള 12 ലക്ഷത്തിന് സ്റ്റൈലാണ്. റീയെന്ന് എടുത്തിട്ട് മറ്റേ ടാക്സ് അടിക്കൊന്നും വേണ്ട, ബോംബെ പോകണ്ട, ഡൽഹിയിലൊന്നും പോകണ്ട. ഒറിജിനൽ കോഴിക്കോട് വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. വെറും 12 ലക്ഷം രൂപയ്ക്ക്. ലോണോ ഫുള്ള് ലോൺ. 20 കിലോമീറ്റർ വണ്ടി കിട്ടും. 20 കിലോമീറ്റർ മൈലേജ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഡെയിലി യൂസിന്, റഫ് യൂസിൽ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടി. എന്താ ലിവി സ്വിഫ്റ്റ് കൊണ്ടുനടക്കാൻ പോയിക്കൂടെ? പിന്നെ നിങ്ങൾ ചോദിക്കും മെയിൻ്റെനൻസ്. CLA വളരെ കുറവ് മെയിൻ്റെനൻസ്. A ക്ലാസ്, B ക്ലാസ്, CLA ഏറ്റവും ബെൻസിന് തന്നെ ഏറ്റവും എന്താ പറയുക എക്കണോമിക് കാർ. അതെ, ഏറ്റവും കുറഞ്ഞ എക്കണോമിക്കൽ കാറാണ്. അത് വെറും 12 ലക്ഷം രൂപയ്ക്ക്. അത് ബെൻസ് കോഴിക്കോട് വണ്ടി. നല്ല വണ്ടി കിട്ടും. നല്ല ക്ലീൻ വണ്ടിയാണ്. ഫുള്ള് ലോൺ കിട്ടും. അടുത്തത് കിഡിലം മൈലേജിൽ ഒരു കോമ്പാക്ട് SUV ആണ് ഗ്രാൻഡ് വിറ്റാറ KL 27 വണ്ടി. അതെ, 25 കിലോമീറ്റർ മൈലേജിൽ. 25 കിലോമീറ്റർ 27 ആണ് കമ്പനി പറഞ്ഞത്. 25 കിലോമീറ്റർ ഏറ്റവും ടോപ്പ് എൻഡ് ഇന്റലിജന്റ് ഹൈബ്രിഡ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ഫുള്ളി ഹൈബ്രിഡ്. 2023 മോഡൽ ആൽഫ പ്ലസ്. നല്ല ഫാൻസി നമ്പറിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കമ്പനിയിൽ പുതിയ വണ്ടിക്ക് 24,30,000 രൂപ. 24-30 വണ്ടി നമ്മൾ കൊടുക്കുന്ന വെറും 16 ലക്ഷം രൂപയ്ക്ക്. എത്രയാ ഓട്ടം പോയത്? 30,000 കിലോമീറ്റർ. 30,000 സർവീസ് ഇപ്പോൾ ചെയ്തു. ഓടിയിട്ടുള്ളൂ. 2023 മോഡൽ ആൽഫ പ്ലസ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇപ്പോൾ വാറണ്ടി എത്ര? വാറണ്ടി 2028 വരെ. 28 വരെ ഉണ്ട്. എക്സ്റ്റെൻഡ് ചെയ്ത വാറണ്ടി ഉണ്ട്. ഒന്നും നോക്കാം. പിന്നെ ഹൈബ്രിഡ് ബാറ്ററിക്ക് 9 കൊല്ലം വാറണ്ടി എക്സ്ട്രാ ഉണ്ടാവും. ആ കമ്പനി ഇറങ്ങിയ മുതൽ 9 വർഷം. 9 വർഷം ഇറക്കിയ മുതൽ. അതെ, 2023 ആകുമ്പോൾ 9 വർഷം വരുമ്പോൾ എത്രയായി? 32 വരെ ആ ബാറ്ററിക്ക് വാറണ്ടി ഉണ്ടാവും. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, പെട്രോൾ അടിക്കാൻ വിടുക. നല്ലൊരു വണ്ടി. ലോൺ വേണമെങ്കിൽ ഒരു 15 ലക്ഷം വരെ ലോൺ റെഡിയാക്കി കൊടുക്കാം. പെട്രോളിൽ ഇത്രയും മൈലേജിൽ. അതെ അതെ അതെ. 2 ഹാരിയർ കണ്ടു. ഇനി ഇതാ ഒരു സഫാരിയാണ്. ഹാരിയർ വേണ്ട ഒരു 5 സീറ്റിലേക്ക് അതിലേക്ക് പോവാ. 7 സീറ്റ് വേണ്ട ഒരു സഫാരിയിലേക്ക് വരാം. 2022 മോഡൽ ഡിസംബർ വണ്ടി. 2022 ഡിസംബർ വണ്ടി. പിന്നെ 70,000 കിലോമീറ്റർ ഓടിയത്. 70,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. XTA പ്ലസ് ആണ്. XTA പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക്. പിന്നെ അന്നത്തെ വില എന്ന് പറഞ്ഞാൽ XTA പ്ലസിന് 27 ലക്ഷത്തി സംതിങ് വരിക. ഫുൾ ഓപ്ഷൻ 30 ലക്ഷം വരിക. ഇന്ന് ഫുൾ ഓപ്ഷൻ 35 ആണ്. ഈ വണ്ടി 33 വരും. നമ്മൾ ചോദിക്കുന്നത് വെറും 15,50,000 രൂപ. 15.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. 2022 ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ, അതും ഡാർക്ക് എഡിഷൻ. ലോൺ വേണ്ട ആളാണെങ്കിലോ 15 ലോൺ കൊടുക്കുക.
ഓക്കെ, ചെറിയ എമൗണ്ടിൽ ഇറക്കിക്കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി 7 സീറ്റർ വാഹനമാണ്. അതെ, അത് മാത്രമല്ല നമ്മളിപ്പോൾ ഏകദേശം കാണിച്ച ഒരു 18-19 വണ്ടി കാണിച്ചു. ഇനി അടുത്ത് നമുക്ക് കാണിക്കാനുള്ള വണ്ടികൾ എന്ന് വെച്ചാൽ കാണിക്കാനുള്ള വീഡിയോ ലെങ്ത് കൂടുതലൊന്നും കാണിക്കില്ല. അത് Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ഉണ്ട്, അതേപോലെ 2019 G4 മാനുവൽ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്കോഡന്റെ സ്ലാവിയ ഉണ്ട് വരാൻ. അങ്ങനത്തെ വണ്ടികൾ നമ്മുടെ ഉണ്ട്. അപ്പോൾ എൻക്വയറി ഉണ്ടെങ്കിൽ വിളിച്ചോട്ടെ. ഓക്കെ, ഏത് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചോ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഒരു 10-30 വണ്ടി സ്റ്റോക്ക് ഉണ്ട്, അല്ലെങ്കിൽ മോഡൽ കൂടി വണ്ടി ആണ് ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കണ്ടേ, വിളിച്ചോ. ആരെ കൊണ്ടുവന്നാലും ചെക്ക് ചെയ്യാം, കമ്പനി കൊണ്ടുപോകാം, എല്ലാം ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം? എന്തായാലും പുള്ളി ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അത് 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ആരെ കൊണ്ടുവന്ന കമ്പനിയോ ഇനി പുറത്തുള്ള പ്രൈവറ്റ് കമ്പനീസോ ആർക്കും വേണം ചെക്ക് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതെ.